അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ഏഷ്യ കപ്പ് സ്ക്വാഡ് വന്നിട്ടുണ്ട്. ഒരുപാട് റൂമറുകൾക്കിരയായിരുന്നു ഈ ഒരു ഏഷ്യ കപ്പ് സ്ക്വാഡിൽ എന്താവും സെലക്ഷൻ എന്നൊക്കെയുള്ളത്. എന്തായാലും സങ്കടം എന്നുള്ള രീതിയിൽ അതിനകത്ത് ശ്രേയസ് അയ്യർ ഇല്ല എന്നുള്ളത് മാത്രമാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ശ്രേയസ് അയ്യരുടെ കംബാക്ക്. സ്ക്വാഡിലേക്ക് നമുക്ക് നോക്കാം. സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, ശിവം ദൂബെ, ഹാർദിക് പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, കുൽദീപ് യാദവ്, ഹർഷിത് റാണ, ജസ്പ്രീത് ബുംറ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ സിറാജിന് റെസ്റ്റ് കൊടുക്കുമെന്നുള്ളത് ഷുവറായിരുന്നു. ഗില്ലിൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. ഗില്ല് എന്തായാലും ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ടാണ്. ക്യാപ്റ്റനായിട്ട് അവിടെ സൂര്യകുമാർ യാദവ് തന്നെയാണ്. സഞ്ജുവിനെ നമുക്ക് ഫസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ടും ആൻഡ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് അവിടെ ജിതേഷ് ശർമ്മയെ പ്രതീക്ഷിക്കാം. ഇവിടെ എങ്ങനെയാണ് ശ്രേയസ് അയ്യറിന് ഈ ഒരു ചാൻസ് മിസ്സായിട്ടുള്ളതെന്ന് അറിയില്ല. ഇനി എന്തെങ്കിലും ഇഞ്ചുറി കൺസേണുകളായിട്ട് റിപ്പോർട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല. ലെറ്റ്സ് സീ. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഏകദേശം എക്സ്പെക്ട് ചെയ്ത പോലൊരു സ്ക്വാഡാണ്. അതിനകത്ത് ശ്രേയസ് അയ്യരെയാണ് മെയിനായിട്ട് മിസ് ചെയ്യുന്നത്. പിന്നെ ജയ്സ്വാളിൻ്റെ കാര്യം ഏകദേശം ഉറപ്പായിരുന്നു സ്ക്വാഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത്. കാരണം നമ്പർ 1 ബാറ്ററായിട്ടുള്ള T20 നമ്പർ 1 ബാറ്ററായിട്ടുള്ള അഭിഷേക് ശർമ്മയെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് അവിടെ സ്ഥാനം കൊടുക്കുകയും ജയ്സ്വാൾ പുറത്താവുകയും ചെയ്യായിരുന്നു. ആൻഡ് ഗില്ലിൻ്റെ കാര്യത്തിലും ഇങ്ങനൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഗില്ല് എന്തായാലും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നുള്ളത് സായി സുദർശൻ്റെ ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഓപ്പണർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ സായി സുദർശൻ്റെ സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് തന്നെ സായി സുദർശനെ അവിടെ ഒഴിവാക്കിയിരിക്കും. എന്തായാലും ശ്രേയസ് അയ്യരുടെ കാര്യത്തിലൊരു വലിയ ചർച്ച നടക്കാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് സഞ്ജുവിന് ചാൻസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. T20 സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പിടിച്ചിരിക്കുന്നു. ഗൂഗിൾ ബൈ ബൈ.